ഒരു പ്രവർത്തകന് പരിക്കാണോ എന്താണോ എന്നറിയില്ല. ഒരു പ്രവർത്തകൻ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എന്തായാലും പോലീസ് അവരെ റോഡടിച്ച് പൊക്കിയപ്പോ റോഡിലടിച്ച് തല. ഹഷ്മി, ഇവിടെ ഒരു പ്രവർത്തകന്റെ തല അതായത് ഇവിടെ പൊക്കിക്കൊണ്ട് പോകുന്നതിനിടയിൽ തല റോഡിൽ ഇടിച്ചു എന്നാണ് പറയുന്നത്. തലക്കിട്ട് അടിച്ചാണ് പോലീസ്. പോലീസ് തലയ്ക്ക് അടിച്ചതാണോ ഇനി നിലത്ത് വീണതാണോ എന്നറിയില്ല. ഒരാൾക്ക് തലയ്ക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തൊട്ടടുത്ത ആശുപത്രിയാണ്, അങ്ങോട്ടേക്ക് മാറ്റാനാണ് പ്രവർത്തകർ കൊണ്ടുപോകുന്നതിൽ. ആശുപത്രിയിലേക്ക് പ്രവർത്തകനെ മാറ്റുകയാണ്. കോൺഗ്രസിന്റെ ജില്ലാ നേതാവായിട്ടുള്ള ഷെഫീഖിനെയാണ് തലയ്ക്ക് പരിക്കേറ്റതായി പറയുന്നത്. വെള്ളം കൊടുക്കുകയാണ്. പോലീസുകാർ മർദ്ദിച്ചു എന്നാണ് നേതാക്കൾ പറയുന്നത്. നിലവായിട്ട് പൊക്കിയെടുത്തതിന്റെ പുറത്ത് മനഃപൂർവ്വം വലിച്ച് നിലത്തും തല ഇടിച്ചിട്ടാണ് തലയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനമുണ്ട്. അറസ്റ്റിന് എല്ലാവരും വഴങ്ങിയതാണ്. എന്നിട്ടാണ് അവർ ഈ പണി കാണിച്ചിരിക്കുന്നത്. ഗുണ്ടായി സോൺ ഇവിടെ നടക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നടക്കുന്ന ഗുണ്ടായി സോൺ. ആലപ്പുഴയിലെ പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു പ്രവർത്തകനെ പോലീസ് പൊക്കിയെടുക്കുമ്പോൾ തല താഴെ ഇടിച്ചു എന്നാണ് ആ പ്രവർത്തകൻ പറയുന്നത്, യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ആ പ്രവർത്തനം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ ജില്ലാ നേതാവാണ്, ഷെഫീഖ് എന്ന പേരുള്ള ജില്ലാ നേതാവാണ് ഇപ്പോൾ തല തറയിൽ ഇടിച്ച പ്രവർത്തകൻ. ആലപ്പുഴ മാത്രമല്ല, നമ്മൾ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കാണുന്നുണ്ട്. ഈ പറയുന്ന രീതി തന്നെയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അറസ്റ്റ് കേരളത്തിൽ പുതുമയൊന്നുമല്ല. അത്തരം സമരപരിപാടികൾ രാഷ്ട്രീയക്കാർക്ക് പുതുമയല്ല, അറസ്റ്റുകളും രാഷ്ട്രീയക്കാർക്ക് പുതുമയല്ല, ജാമ്യമെടുക്കലൊന്നും പുതുമയല്ല. പക്ഷേ ഇത് അസാധാരണമായ രീതിയിൽ വീട്ടിലേക്ക് പോവുക, വീട് വളയുന്ന രീതിയിൽ നിൽക്കുക, ബെഡ്റൂമിലേക്ക് ഡോറ് മുട്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ പോലീസ് ബലം പ്രയോഗിക്കുക തുടങ്ങിയ കാഴ്ചകൾ കേരള രാഷ്ട്രീയത്തിൽ അത്ര പരിചിതമായ കാഴ്ചകളല്ല നമുക്ക്. അതിലാണിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. അത് ഭരണകൂട ഭീകരത എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേസുണ്ടാകും, കേസിൽ അറസ്റ്റ് ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിൽ ചില അസ്വാഭാവികമായ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആലോചന. ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കേസിലെ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാവുക. ജാമ്യം കിട്ടുമെന്ന് കാത്തിരുന്ന് കാണും.